Good morning and welcome back to our channel. അപ്പോൾ ഇന്ന് കുഞ്ഞൂസിന് സ്കൂൾ തുറക്കുകയാണ്. 2ാം ക്ലാസ്സിൽ ആദ്യത്തെ ദിവസം. 2ാം ക്ലാസ്സിലായി എന്ന് പറഞ്ഞപ്പോഴേ എന്നോട് പറയാം ഞാൻ വലുതായി എന്ന്. ഇന്ന് രാവിലെ കേട്ടോ 5 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങിയത് തന്നെ. ഇത്രയും നാൾ വെക്കേഷനൊക്കെ ഇല്ല, അപ്പോൾ കുറച്ച് ഉഴപ്പിലായിരുന്നു. അപ്പോൾ കുഞ്ഞൂസിൻ്റെ നല്ല നല്ല നിമിഷങ്ങൾ, പുതിയൊരു ദിവസം, പുതിയൊരു തുടക്കം. സോ പോവാം വീഡിയോയിലേക്ക്. ആദ്യം ഞാൻ എഴുന്നേറ്റ് റെഡിയാവുമെന്ന് വിചാരിച്ചേ, കാരണം ഫസ്റ്റ് ഡേ അല്ലേ. അപ്പോൾ സ്കൂൾ ബസ്സൊക്കെ നേരത്തെ വരും, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം പ്രിപ്പയർ ചെയ്ത് പിന്നെ മോളെ റെഡിയാക്കി വരുമ്പോൾ പിന്നെ എനിക്ക് ഇറങ്ങാനുള്ള ടൈം കിട്ടത്തില്ല, കുറച്ച് ലേറ്റ് ആവും. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ സമയം കിട്ടുമല്ലോ, സമാധാനത്തിൽ പോവാം. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് സ്പെഷ്യൽ അല്ലേ, അതുകൊണ്ട് മോൾക്കും ഏട്ടനും വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് പ്രാർത്ഥിച്ചു. എന്നും പ്രാർത്ഥിക്കും, പക്ഷേ ഇത്തവണ പ്രാർത്ഥന കുറച്ച് സ്പെഷ്യലാണ്. എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കറക്റ്റ് 5:30 പിന്നെ തുടങ്ങും. ടൈം നമ്മളെ കയ്യിൽ നിൽക്കത്തേയില്ല. പിന്നെ രാവിലെ തന്നെ അരി തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് ആ ഒരു ടെൻഷനില്ല. പക്ഷേ കറി എന്തുണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം എന്ന ടെൻഷനാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ. ഇന്ന് കുഞ്ഞിയുടെ ദിവസമല്ലേ, അതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട മഞ്ഞക്കറി. അവളുടെ മഞ്ഞക്കറി എന്ന് പറയുകയാണെങ്കിൽ ഒന്നുകിൽ പരിപ്പ് കറി അല്ലെങ്കിൽ വെള്ളരിക്ക ഒഴിച്ചു കൂട്ടാനൊക്കെ അവൾ മഞ്ഞക്കറി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട പരിപ്പ് കറിയും ബീട്രൂട്ട് തോരനും വെജിറ്റബിളും ഉണ്ട്. ഇപ്പോൾ ഇവിടെ മീൻ കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് മുട്ട രാവിലെ കൊടുത്തു വിടേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ബീട്രൂട്ട് കറിയും പരിപ്പും പിന്നെ അച്ചാറും വെച്ച് നമ്മുടെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ലഞ്ച് പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ രാവിലെ പണികൾ ഇതാ ചടപടയും തുടങ്ങുകയാണെല്ലാം. രാവിലെ തന്നെ ഒരു ചായ ഇട്ട് കുടിച്ചാൽ മാത്രമേ എനിക്കൊരു എനർജി കിട്ടത്തുള്ളൂ. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ തേയിലയും ചായയാണ് ഏറ്റവും കൂടുതൽ ഇട്ട് പോകുന്നത്. അങ്ങനെ രാവിലെ തന്നെ നല്ലൊരു ചായ ഇടാൻ വിചാരിച്ചു. പക്ഷേ വിനീതായിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പ് ചായ ഇവിടെ ഇടും. ഒന്നിൽ കടുപ്പം കൂട്ടിയും ഒന്നിൽ കടുപ്പം കുറച്ചും. അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് ഊറ്റി വെക്കണം കേട്ടോ. അത് റെഡിയായി കഴിഞ്ഞാൽ നമുക്കിനി തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പോകണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നോക്കിയപ്പോഴേ നമുക്ക് നല്ല ഇടിയപ്പം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇടിയപ്പവും ചമ്മന്തിയും മതി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഇടിയപ്പം എന്താ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ബീട്രൂട്ടും ഉള്ളിയും ചേർത്ത് തോരൻ വെക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ആ പരിപ്പ് വെന്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. തോരത്തിന് ഞാൻ ആദ്യമേ വിചാരിച്ചു ഇപ്പോൾ തലേ ദിവസം എല്ലാം ശരിയാക്കി വെക്കാമെന്ന്. പക്ഷേ എനിക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ, ആ ഒരു ഫ്രഷ്നെസ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഇതെല്ലാം ചെയ്യുന്നതല്ലേ നല്ലത്, കുറച്ചും കൂടെ നേരത്തെ എഴുന്നേറ്റാൽ മതിയല്ലോ. അങ്ങനെ ഉള്ളിയും ബീട്രൂട്ടും ചേർന്നാൽ തോരൻ നമ്മളിതാ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്.
തേങ്ങ ചിരകിയാലും ഞാൻ രാത്രി തന്നെ പ്രിപ്പയർ ചെയ്തൊന്നും വെക്കത്തില്ല, രാവിലെ തന്നെ ചെയ്ത് വെക്കും. അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയാലും എനിക്ക് ഒരു പ്രശ്നം കേട്ടോ. അതുകൊണ്ട് ഞാൻ രാത്രി തലേദിവസം ഒന്നും ചെയ്യത്തില്ല, എല്ലാം രാവിലെ എഴുന്നേറ്റ് എൻ്റെ സമയം നോക്കി ഞാൻ എല്ലാം ചെയ്ത് വെക്കും. അപ്പോൾ നമ്മളിപ്പോൾ തോരത്തിനും പരിപ്പിനും വേണം, ചമ്മന്തിക്കും കൂടെ വേണം. അപ്പോൾ നമുക്ക് ആദ്യം പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിലിത്തിരി മഞ്ഞപ്പൊടിയും ജീരകവും പച്ചമുളകും കൂടെ ചേർത്ത് അതിനെ നമുക്കൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട് റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇൻഡക്ഷൻ പൊഴിഞ്ഞിരിക്കില്ല, അപ്പോൾ അതിൽ നമുക്ക് ഇത്തിരി വെള്ളം ചൂടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പതിമുഖമായിട്ട് വെള്ളം ചൂടാക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ഇതിൽ നമ്മുടെ പരിപ്പിന് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ. അപ്പോൾ അതിന് കടുക് പൊട്ടിച്ച് അതിൽ അരിപ്പ് ചേർത്ത് പരിപ്പും കൂടെ വേവിച്ച് വെച്ചിങ്ങനെ പരിപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറി റെഡിയായി കിട്ടും. അങ്ങനെ നമ്മുടെ പരിപ്പും തോരൻ്റെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ സമയപ്പോൾ തന്നെ കറക്റ്റ് 6:15 നമ്മുടെ ഫോണിൽ അലാറം അടിച്ചു തുടങ്ങി കേട്ടോ. ഇനി നേരെ പോയി നമുക്ക് കുഞ്ഞെ വിളിച്ചുണർത്തണം. സമയമില്ല ലേറ്റായി, വാ വാ, സ്കൂളിൽ പോണ്ടേ, വാ 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 വാ, എണീറ്റ് വാ, സമയം. അങ്ങനെ ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയുള്ള കറികളെല്ലാം റെഡിയായി കഴിഞ്ഞു. കുഞ്ഞിക്ക് കൊണ്ടുള്ള പാലും കാച്ചി വെച്ചു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പണിയെന്ന് പറയുന്നത് നമ്മൾ കാപ്പിക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇടിയപ്പത്തിന് കൂടെ വേണ്ടിയിട്ടുള്ള ചമ്മന്തി റെഡിയായിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ എനിക്കിനി കുഞ്ഞിയുടെ യൂണിഫോം കൂടെ ഒന്ന് തേച്ച് റെഡിയാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രാവിലത്തെ പണികൾ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ കുഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള ചായയും കൂടെ എടുക്കണം കേട്ടോ. മോള് എന്നെ തനിയെ ബ്രഷ് ചെയ്ത് മേലെല്ലാം കഴുകി വന്നിരുന്ന് റെഡിയായിക്കോളും. എനിക്ക് വേറെ ഒരു ടെൻഷനും ഇല്ല. അങ്ങനെ മോളിതാ യൂണിഫോമിലായിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഹെയർ സ്റ്റൈലും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കഴിഞ്ഞ തവണ 2 യൂണിഫോം ആട്ടോ ഞാൻ എടുത്തത്. പിന്നീടാണ് മനസ്സിലായത് ഈ രണ്ടൊന്നും ശരിയാവത്തില്ലെന്ന്. കാരണം സ്കൂൾ ബസ്സിൽ കയറുന്നതിന് ഏകദേശം ഒരു അരമണിക്കൂർ ഇവർക്കൊരു ഫ്രീ പീരീഡ് പോലെ ഉണ്ട്. ഫ്രീ പീരീഡ് അല്ല, ഒരു പ്ലേ ടൈം പോലെ ഇവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ തന്നെ കാണാൻ പറ്റും യൂണിഫോം ഫുള്ളും അഴുക്കായിട്ടാണ് വരുന്നത്. പിന്നെ ഇവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാം ഉള്ളതിൻ്റെ അന്ന് നീറ്റ് യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പറ്റത്തില്ല പഴയതൊന്നും. അതുകൊണ്ട് ഞാൻ ഇത്തവണ ഒരു 4 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെനസ്ഡേ ആകുമ്പോൾ ഒരു PT യൂണിഫോം ആട്ടോ. അപ്പം ഷൂവും സോക്സെല്ലാം റെഡിയാക്കി ഇട്ട് കൊടുത്തു. ഇനി അവൾക്ക് കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റും കൂടെ എടുത്ത് വെച്ച് കൊടുത്താൽ അവൾ തന്നെ കഴിച്ചോളൂ. ആ സമയം കൊണ്ട് നമുക്ക് സ്കൂളിലത്തെ ലഞ്ച് ഒന്ന് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ മോൾക്ക് രാവിലെ ഇടിയപ്പവും ചമ്മന്തിയും ഒരു ഗ്ലാസ് പാലും. അപ്പോൾ നമുക്കിനി നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് പാക്ക് ചെയ്യാം. ഇത് 10 മണിക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ബോട്ടിൽ ഞാൻ പാല് ഇങ്ങനെ ഹോർലിക്സ് മിക്സ് ചെയ്ത് കൊടുത്തു വിടും. ഈ 10 മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നിൽ അവൾക്ക് ഏത്തപ്പഴം അല്ലെങ്കിൽ മാമ്പഴം കാണും, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഐറ്റംസ് ആപ്പിൾ, ഇവർക്ക് 3 ഇതേ ഇഷ്ടമുള്ളൂ. പിന്നെ ഒന്നെങ്കിൽ കപ്പ് കേക്ക് ആയിരിക്കണം അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ആയിരിക്കണം. വേറെ ഒന്നും കഴിക്കത്തില്ല. കൊണ്ടുപോകുന്നത് അതേപോലെ കൊണ്ടുവരും. അപ്പോൾ ഞാൻ ഇന്ന് അവൾക്ക് ഏത്തപ്പഴവും കപ്പ് കേക്കും വെച്ച് അത് സെറ്റ് ചെയ്ത് കൊടുത്തു. പാലും റെഡിയാക്കി 10 മണിക്ക് കഴിക്കാനുള്ളതിൽ. ഇനി ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതല്ലേ നമുക്ക് പാക്ക് ചെയ്യാം. ഈ ചോറ് തന്നെ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചിട്ടാട്ടോ വെക്കുന്നത്. അവൾ അളവ് നോക്കി ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രമേ ഇത് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവൾ കഴിക്കത്തേ ഇല്ല. അവൾ പറഞ്ഞാൽ കൊണ്ടുവരും, വേണ്ട എന്ന് തന്നെ പറയത്തുള്ളൂ. അപ്പോൾ അവളടുത്ത് നിർത്തിയാണ് ഞാനിത് പാക്ക് ചെയ്യണത്. അവൾക്ക് ഇഷ്ടമുള്ള കറികളെല്ലാം വെച്ച് നമ്മുടെ ചോറും പരിപ്പ് കറി, ബീട്രൂട്ട് തോരനും അവൾക്ക് ഇഷ്ടപ്പെട്ട മാങ്ങ അച്ചാറും കൂടെ വെച്ച് ഞാനിത് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ അങ്ങോട്ട് തരാം. എല്ലായിടത്തും വെച്ച് വാവാ. ഇതിലെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. ഇംഗ്ലീഷ്, മാത്സ്, ഹിന്ദി, EVS
ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ്. വർക്ക് ബുക്കുകളുണ്ട്, അതും കൂടെ ഇങ്ങ് എടുക്കണം. ഏത്? അതേത്? കമ്പ്യൂട്ടർ വേണ്ട, ഇത് കമ്പ്യൂട്ടർ ഇല്ല. പെട്ടെന്ന് എടുത്ത് പോയി. കളേഴ്സ്. ബാക്കി പൗച്ച് എവിടെ? പൗച്ച് പ്രിന്റ് വെച്ചാ? പൗച്ച് എടുത്ത് വെച്ചാ? അതില് കളേഴ്സ് വെക്ക്. കോട സ്കൂളിൽ ഇരിക്കുകയാണ്, മറക്കില്ലേ? പോക്കോ അമ്മ ടൈ കെട്ടിക്കൊണ്ടുപോകാം. അങ്ങനെ അപ്പം കറക്റ്റ് സമയത്ത് തന്നെ വന്നു. ഞങ്ങളത് എല്ലാവരും കൊണ്ട് റെഡിയായിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ അവിടോട്ട് പോട്ടെ. നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 5 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ബസ് വരും, മെസ്സേജൊക്കെ വരും നമ്മളെ ഗ്രൂപ്പിൽ. അപ്പോൾ ഞങ്ങളിത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ 2ാം ക്ലാസ്സിൽ ആദ്യത്തെ ദിവസമല്ലേ, ഞാനും എക്സൈറ്റ്മെൻറ്റാണ് അവളുടെ വിശേഷങ്ങൾ പോയിട്ട് വരുമ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ സ്കൂൾ ബസ്സിൽ ഞങ്ങളിത് കയറ്റി വിട്ടു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു.